സാറ് പറഞ്ഞുകൊണ്ട് നിന്നെ ഞാൻ आज सबसे पिटी रहा है. हेलो एवरीवन, वेलकम टू रिएक्शन स्टूडियो. आई एम सुखदेव. आई एम आरती. तो दोस्तों, आज हम देखने वाले हैं माझा पेयुन्नु मदरलम कोटुन्नु फिल्म को. इस फिल्म में लीड रोल में हैं मोहनलाल, मुकेश, लिजी, श्रीनिवासन, जगती श्री कुमार. और दोस्तों, इस फिल्म को डायरेक्ट किया है प्रियदर्शन ने. तो बिना किसी देरी के हम इस फिल्म को देखते हैं. लेकिन देखने से पहले आपको याद दिला दूं, अगर आपने अभी तक हमारा चैनल सब्सक्राइब नहीं किया है तो प्लीज़ सब्सक्राइब कीजिए. और अगर आपको ये वीडियो पसंद आता है तो इसे लाइक ज़रूर कीजिए. सो विदाउट एनी डिले लेट्स सी माझा पेयुन्नु मदरलम कोटुन्नु. Let's watch. किसका वेट कर रहे हैं? എന്റെ ദേവകി ഇപ്പൊ തന്നെ ഒരുപാട് വൈകി, ഒന്ന് വേറെ ഇറങ്ങി വാ. अभी बीवी का वेट कर रहा. കൊടുത്തിട്ട് വന്നാ മതി. പ്ലെയിൻ വരും 8 മണിക്ക് പുറപ്പെടും. മോന്റെ മുറിയെ വൃത്തിയാക്കിയോ? ഓ, വൃത്തിയാക്കി. ഒരു പൊടി പോലും കണ്ടുപോകരുത്. परेशान हो गया बेचारा. അമേരിക്കയിൽ നിന്ന് വരികയാ. अच्छा, പ്ലെയിനില്ല. इसका बेटा रहा बेटा. है. തിരിച്ചു പഠിക്കാൻ പോയിരുന്ന കാര്യം ഞാൻ പറഞ്ഞിരുന്നില്ലേ? चैन भी कर रखा उसने. अभी भी नहीं आया उसकी. ഞാൻ റെഡി. നിങ്ങളുടെ ധൃതി കാരണം ഭഗവാനെ, അവ ഇതുവരെ വന്നില്ലേ? ആ ഡ്രൈവർ പോലും വരാതെയാണ് എന്നെ ധൃതി പഠിച്ചത്. उसका अपने बालों की पड़ी है. പിന്നെ ഒന്നുമല്ല. ഇതിന് തലയ്ക്ക് വട്ട. अब किसे कर रहा फोन? ड्राइवर को. कर रहा होगा. सबको बता रहा. उसको याद नहीं रहता क्या? किसी को फोन कर रहा നാണം കെട്ടവനെ ഞാൻ ശമ്പളം കൊടുത്ത് തീറ്റി പോറ്റുന്നുണ്ടല്ലോ. ആ ശവനം മുടക്കി. ये ड्राइवर. ഇവനെ ഞാൻ എടോ താൻ കാർ എടുക്കടോ. നിലനില്ലേ കയ്യിൽ കൊടുത്തോണ്ടാണ് എയർപോർട്ടിൽ പോകുന്നേ. എവിടെയാണ് യൂണിഫോം? അത് 1.5 വർഷത്തെ നിരന്തരം कितनी बार बोल दिया मेरा बेटा आ रहा है, मेरा बेटा आ रहा है. പോയാൽ അതിനെ കുറച്ച് ആൾക്കാരാ. അല്ല, അവന്, എന്റെ മോന്. അത് ഞാൻ സമ്മതിക്കില്ല. മതി. ये क्या आ गया उसके लिए कपड़े. ഞാൻ ഒരുത്തൻ. ഇവനെ ഞാൻ വെച്ചിരിക്കില്ല. അധിക പ്രസംഗി. ये तो छोटी है पैंट. പിന്നെ എയർപോർട്ടിൽ മോൻ കാറിന്റെ അടുത്ത് വന്നാൽ ഉടനെ നീ സെല്യൂട്ട് ചെയ്തേക്കണം. അതെങ്ങനെ? ഇങ്ങനെ. उसकी पैंट जैसी है. वही तो. ओ रेडियो लेके एक हाथ में बैग लेके. ये शायद उसका बेटा. तो बहुत वैसे लग रहा, बड़ा लग रहा. This is not the place to... ഇങ്ങനെയല്ല. ഞാൻ കാണിച്ചു തരാം. Stretch your hands like this. Keep your head down. ഇതാ മതി. ഇത് തന്നെ. നോൺസെൻസ്. ഈ ചക്രവണ്ടി മാറ്റണമെന്ന് ഞാൻ എഴുതി. कैसे बात कर रहा हूँ फ्रेंड से, जैसे बाहर वाले मूवी. ഡ്രൈവർ. വെയിറ്റ്. ആദ്യം കാറിലേക്ക് ഞാൻ. അല്ല, അത് ഞാൻ പറഞ്ഞു തന്നില്ലേ. യാത്ര ചെയ്ത് വന്ന കൊച്ചന് ഒന്ന് വിശ്രമിക്കാൻ സമയമെങ്കിലും കൊടുക്കണം. ഒരു തീരുമാനം അറിഞ്ഞിട്ട് വിശ്രമിക്കട്ടെ എന്ന് കരുതി. തീരുമാനം അറിഞ്ഞല്ലോ. जो शादी नहीं करना चाहते. കുറുപ്പിന്റെ മോളെ വേറെ ആമ്പിള്ളേര് കെട്ടും. കൃഷ്ണക്കുറുപ്പ് ലക്ഷപ്രഭുവാ. മോനങ്ങ് അമേരിക്കയിൽ പഠിക്കാൻ പോയിരിക്കാന്ന് പറഞ്ഞപ്പോഴാ അല്പം
പഠിപ്പൊക്കെ എങ്ങനെയിരുന്നു മോനെ? ഓ വണ്ടർഫുൾ. യഥാർത്ഥത്തിൽ ഞാൻ പഠിക്കുകയല്ലായിരുന്നു, പഠിപ്പിക്കായിരുന്നു. കൂടി പറയാൻ പാവങ്ങളായ അമേരിക്കൻ ओ ടീച്ചേഴ്സ് किसी के सर पे न लगा दो എന്നെ പോലെ ബുദ്ധിശക്തിയുള്ള ഒരു ഇന്ത്യൻ സ്റ്റുഡന്റിനെ കണ്ടിട്ട് പഠിത്തം കഴിഞ്ഞപ്പോ എന്നെ അവിടുന്ന് പോരാൻ അവർ സമ്മതിച്ചില്ല. അമേരിക്കൻ കരുകയായിരുന്നു. बैट के नीचे भी नहीं रख रहा. और डर भी कैसे है उससे वो तो बोल ही नहीं कि बैट के नीचे रख बैट दे. के पीछे रख दो ഞാൻ ഇങ്ങോട്ട് പോരുകയായിരുന്നു. ഓ ഭയങ്കരം. ക്രിക്കറ്റ് കളിക്കാനാണ്, പശുക്കൾ കെട്ടാനല്ല. ക്ഷമിക്കണം, എനിക്ക് ഈ കളി അത്ര വശമില്ലാത്തതുകൊണ്ട്. ഓ ഇത് കേട്ടാത്തൊന്നും മറ്റു കളികളൊക്കെ വലിയ വശമാണ്. അതൊന്നും ओ എന്ന് വെച്ചാൽ അപ്പനെ കയറി കളിയാന്ന് വിളിക്കും. अच्छा तो ये तो सेम क्लास में पढ़ते थे उस समय, अब उसे पहचानता भी नहीं है. പിന്നെ ആര് പറഞ്ഞു ഞാൻ മാധവനാണെന്ന്? ഒന്നിച്ച് പഠിച്ച കാര്യമൊന്നും ഇനി മിണ്ടരുത്. അതെനിക്ക് കുറച്ചില്ല. താഴേക്കിടയിലുള്ള ഒരു തൊഴിലാളി മേലേക്കിടയിലുള്ള ഒരു മുതലാളിയോട് बोलने അറിയണ്ട. लगेगा ആ ഈ കുറ്റി ലക്ഷ്യമാക്കി എറിഞ്ഞോളൂ. ഞാൻ പന്തടിച്ച് ദൂരെ ओ പായിക്കും. वहीं पे एक इस टाइम तो उखड़ रखा है. ദാണ്ട് ഒരു കുറ്റി താഴെ കിടക്കുന്നു. ആ അത് 2 മതി. യെസ് റെഡി. कहीं और न मार दे वो तो बॉल को फेंक रहा सीधे. वो भाग गया. ഊർജ്ജശ്വാസം മരിക്കുന്നതിന് മുമ്പെങ്കിലും ഒരു ജോലി ശരിയാക്കി തരാൻ ശമ്പു. अच्छा उसको जॉब चाहिए ഡ്രൈവിംഗ് പഠിക്കാൻ പറഞ്ഞിട്ടുണ്ടായി. അതെ ഞാൻ ഒരു ഗ്രാജുവേറ്റ് അല്ലേ. अच्छा ग्रेजुएट है वो വല്ല ലോറിയുടെ കാറിന്റെ അടിയിലേക്കാളെ കൊണ്ട് അടവാക്കല്ലേ. അയ്യടാ. ഇതാ ന്യൂയോർക്ക് സിറ്റിയിൽ ഞാൻ എത്രമാത്രം പെൺകുട്ടികളെ കണ്ടിരിക്കുന്നു. ഒരെണ്ണത്തിനും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഒന്നുമില്ല. ഈ പെൺകുട്ടിയുടെ അച്ഛനെ രാജകുടുംബാംഗമാണ്. ഒത്തു കിട്ടിയാൽ നിന്റെ അച്ഛന്റെയും ഭാഗ്യം. അങ്ക് हर बात पे अमेरिका എന്നാ നിന്റെ ഇഷ്ടം പോലെ ചെയ്യും. ഓത്തിന്റെ അടുത്ത് വേദം മൂന്നിട്ട് എന്താ കാര്യം? അങ്കിൾ പരിഭവിക്കരുത്. എന്നാ നീ പോയി വല്ല ആദിവാസിയും കേട്ട മുഖ്യമന്ത്രി വരെ കല്യാണത്തിന് പോയി. ഈ പെൺകൊച്ച് സിറ്റിയിൽ പഠിക്കുന്നത് കൊണ്ട് ഒത്തിണങ്ങിയ സുന്ദരിയായ ഒരു പെൺകൊച്ചാണ് ഈ കൊച്ച്. हाँ वो അങ്കിൾ ഞാൻ പറഞ്ഞത് എന്റെ സങ്കല്പത്തിലുള്ള പെൺകുട്ടിക്ക് വിനയം. അങ്കിൾ ഞാനൊരു അമേരിക്കക്കാരനല്ലേ. फिर से ഞാനിവിടെ ചെല്ലുമ്പോ തന്നെ बार बार वही चीज को बोल रहा है. എളിമയും തനിമയും ഒക്കെ കാണിക്കും. Parents. അതിന് വഴിയുണ്ട്. ഏത് വഴി? ആൾമാറാൻ. ശരിക്കും ആൾമാറാൻ. ओ ये शंभू को भेजेंगे वहाँ है ना യഥാർത്ഥത്തിലുള്ള തനിമയും എളിമയും ആ കുട്ടിക്കുണ്ടെങ്കിൽ ആ കുട്ടി അത് ഡ്രൈവറോട് കാണിക്കും. അതായത് ഈ ആൾമാറാട്ടത്തിന്റെ കാര്യം ശംഭുവിനോട് അത്ര വിശദീകരിച്ച് പറയണ്ട. കേവലം ഒരു ഡ്രൈവർ നമ്മുടെ കുടുംബകാര്യങ്ങൾ അറിയുന്നത് ശരി. खुद को बड़ा समझता है ഞാനൊന്ന് കളിച്ചു നോക്കാം. खुद को बहुत इंटेलिजेंट समझता है. ബൈ. अब ये ड्राइवर बन के जाएगा और उस समूह को भेजेगा हाँ अपनी जगह. हाँ ഈ तो उसका driver बन के जाएगा. കാര്യം ഉണ്ടായിരുന്നു. അത് എളിമയും തനിമയും മനസ്സില്ലേ. പെണ്ണിനെ അവനെ ഇഷ്ടപ്പെടണ്ടേ? അവനെ കണ്ടാൽ തന്നെ അവൾ ഒഴിഞ്ഞു മാറും. 49 ബെഡ്ഫോർഡ് പോലെ ആ. ഓ. എനിക്ക് കാരണം चलो लड़की को उसी से प्यार हो गया. ऐसे भी तो हो सकता है हाँ हाँ क्योंकि इसकी हरकतें हैं वैसी, इसे तो मुश्किल ही करेगी वो पसंद. अपने दोस्त को पहचान थोड़ा रहा था जबकि पहचानता है वो उसे. हाँ वो जानबूझ के वो करता हाँ है जानू उसके उसे नीचा दिख.
बोल भी बात भी ऐसे खुद ही कर रहा रहा है। खुद हाथ वहां पे रखा हुआ बोल रहा है खोलो खोलो से। कपड़े चेंज करके तो नहीं आ गए? बदले कपड़े। ओह, लग भी रहा है और ये सेम ड्राइवर के जैसे लग रहा है। ജവാൻ സാർ ധരിച്ചപ്പോഴും തോന്നി അധികം സംസാരിക്കണ്ട. അമേരിക്കയിലുള്ളത് പോലെ ക്യാപിറ്റലിസം വന്നാലേ നിന്റെ ഒക്കെ നാവടപ്പിക്കാൻ പറ്റൂ. ശരി. इससे तो कुछ बता नहीं रहा ना इसका नहीं पता शायद। कि ऐसा क्यों कर रहे हैं। കൃഷ്ണക്കുറുപ്പ് എന്ന് പറഞ്ഞാൽ ആരെന്ന് അറിയാമോ എനിക്ക്? ഇല്ല. ടിപ്പുവിന്റെ പട കുറുപ്പ്. ये वो जिसकी ये बेटी को अब- देखने आ रहा हूँ। हाँ, ये दो तलवारें लेके क्यों आ रहा है? रॉयल फैमिली से ना वो। इससे तो हर समय तलवारें लेके घूमता रहेगा क्या? पता भी तो चलना चाहिए रॉयल फैमिली। ഇംഗ്ലീഷുകാരൻ ഇന്ത്യ വിട്ടതോടെ ഇതൊക്കെ ഉപയോഗശൂന്യമായില്ലേ? പിന്നെ ഇപ്പൊ ഇതിന്റെ ആവശ്യം. ഇത് ഇവിടെ ഫിക്സ് ചെയ്യാം. അടിയിൽ വലിയ അക്ഷരത്തിൽ लेकिन बोल भी कैसे डोनेटेड बाय पता नहीं जैसे क्या दे रहा होगा। നൂറ്റിക്കണക്കിന് സായിപ്പന്മാരുടെ തലകൾ അരിഞ്ഞു വീഴ്ത്തിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത്. സത്യസന്ധമായ വരവ് ചെലവ് കണക്കുകളാണെങ്കിൽ പ്രശ്നം ഉണ്ടാകാനിടയില്ലല്ലോ. എന്തായാലും നമുക്ക് സമാധാനപരം വഴിയിലാക്കും. ഈ ക്ലബിനെ സംബന്ധിച്ചിടത്തോളം താങ്കളും കോമക്കുറുപ്പും തുല്യ പ്രാധാന്യമുള്ളവരാണ്. ഒരു ഞെട്ടിൽ വിടുന്ന രണ്ട് പൂക്കൾ അടിച്ചെടുത്തവനാ. എന്നിട്ടിപ്പോ ബാക്കിയൂടെ പിടുങ്ങാൻ കേസ് കള്ളപ്പെടുക. ഒരു സാമൂഹ്യ ദുരന്തമാണ്. A social cancer. इसकी बात कर रहे थे शायद। ये इसका भाई तो नहीं है? നമ്മുടെ ഇതാണ്. ഈ നേതാജി ക്ലബിന്റെ इसका जुड़वा भाई शायद। സെക്രട്ടറി എന്ന നിലയിൽ സുദീർഘമാം വിധം जनरल सेक्रेटरी है वो उस क्लब का। नहीं शक्ल दोनों की सेम नहीं है या മാന്യന്മാർ अलग लग तो सेम जैसे है। നമ്മൾ കുറെ അനുഭവിച്ചതാണ്. നേതാജി ക്ലബ് കുതിക്കുമ്പോ മൂക്കൂത്തി വീഴാതിരുന്നാ മതി. ഓ, ഇതാ ഇത് കണക്കുക. अलग अलग। अलग अलग। ആദ്യം സിമന്റ് സിമന്റ് കുംഭകോണം. അത് ഗസ്റ്റ് ഹൗസിന്റെ പണി നടക്കുന്ന കാലത്ത് സിമന്റ് എങ്ങും കിട്ടാത്തൊരവസ്ഥയായിരുന്നു. അത് ഞാൻ ഈ സിമന്റ് ഒപ്പിച്ചെടുത്തത് 1000 ചാക്ക് സിമന്റിന് വെറും തുച്ഛമായ 1,00,000 രൂപ പോലും. അപ്പൊ ഒരു ചാക്കിന് എത്ര കണക്ക് കൂട്ടി നോക്കണം? കൂട്ടി നോക്കണം. തനി കൂട്ടിയല്ലെന്താ? അവിടെ തന്ന് ഞാൻ പറഞ്ഞു. ये स्मेल पसंद नहीं करता। ഒരു ചാക്കിന് Dear members, I am secretary of this Netaji Club. Any member shouting? Factory is there. Where? There. China cement, AC cement, PC cement, INGC cement, CIGC cement. My dear members, you might receive CO. I know like. ഇവിടെ എവിടുന്ന് വന്നതാ? ये तो लड़ने लगे। ये मारने लग गए। अरे അവിടെ ഇവിടെ क्या कर रहा है? अच्छा वो पहन रहा अपना कोट पहन रहा। शायद वो वकील है, एडवोकेट, वकील है। लॉयर होगा। എന്തായി? എന്താവാനാ? അകത്തിരുന്ന് പയറ് പോലെ ഏത്ത പറഞ്ഞു കൊടുത്ത ആയുർവേദമാണ്. ഇപ്പൊ ഒരു കുഴപ്പമില്ല. തട്ടിക്കിട്ടും. ഷോക്ക് എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഷോക്കാണ്. അല്ലടോ, ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത, അല്ലെങ്കിൽ ഭയപ്പെടുത്തുന്ന ഒരു ആക്സിഡന്റ്, ഇതൊക്കെ പരീക്ഷിക്കും. ऐसे क्यों कर रहे हैं?
ശ്രീ കോമക്കുറുപ്പ്. അതെന്താ തനിക്ക് നേരിട്ട് കൊടുത്താൽ പോയി? അതിന് വേറെ വകുപ്പുണ്ട്. ഡോക്ടറെ കത്ത് പോസ്റ്റ് ചെയ്ത कैसे डरा रहा है उसे. ഞാൻ വിചാരിച്ചു സാർ. എടോ ഈ കണക്കില് എന്റെ അനിയ യഥാർത്ഥ ചത്തുപോയ തനി കുറുപ്പ് സാറിന് വല്ലതും പറ്റിയോ? ഒന്നും പറ്റില്ല. എടോ എന്റെ ആർച്ച് വീക്കാൻ തനിക്കറിയില്ലേ? हाँ जब को बताओ उसको वीक हार्ट है फिर भी उसको डरा रहा है. കൂട്ടാൻ നിലവിളി എന്ന് പറയും. इसे लगा था ये मर गया तब इसने चिल्ला रहा था. ലൈഫ് ആൻഡ് വാങ്ങിക്കാനുള്ളതാ ലൈഫ് ആൻഡ് ഡെത്ത്. മോളെ നീ സമ്മാനം വാങ്ങുന്നതിന് മുൻപ് എന്റെ ലൈഫ് കൂടെ ഡെത്തായാലും രണ്ടാളും കൂടി ओ ഇറങ്ങണ വലയിൽ ഇറങ്ങാൻ. താനൊക്കെ കോത്താടുന്നവരോടോ? अब सौदे से मेरे ड्राइवर. बोल रही है अमेरिका का स्टाइल है. സാറിന് എവിടുന്ന് കിട്ടി ഈ സാധനത്തിന്? ദേഷ്യപ്പെടാതെ പെട്രോൾ അടിക്കണം. ഇതിനൊക്കെ കൊണ്ട് നടന്നാലേ ആള് നടന്ന് വണ്ടി ഉണ്ടാവില്ല. इतनी इंसल्ट सहन नहीं कर रहा. अमेरिकन स्टाइल. അമേരിക്കക്കാരൻ തന്നെ, പക്ഷേ വേഷം മറിയ വരുന്നത്. ഡ്രൈവറായിട്ട് യഥാർത്ഥ ഡ്രൈവർ അമേരിക്കൻ. उस लड़की के पापा को बता रहे हैं. ആ അങ്ങനെ വരുമ്പോ പറയാം. ഓക്കെ नहीं उसकी माँ उस लड़की की माँ को बता रहा शायद. उस लड़की की माँ होगी वो. हाँ उसकी लड़की की माँ है शायद. नहीं रहा उसे ट्रक वाले को. ആ ലോറിക്ക് സൈഡ് കൊടുത്തേക്കണം. कहीं वो ठोकना दे उसकी पीछे गाड़ी. से. ലോറി ആ മിണ്ടായിരിക്കണോ? ये बहुत घमंडी है. ഒരുത്തരെയും ഞാൻ സമ്മതിക്കില്ല. दे तो दी उसने साइड. अब उसने रोक दी गाड़ी. उसको रोक दिया उसने. अब ये भी शायद उसकी धुलाई करेगा. ഓടിക്കലും ഞാൻ നിർത്തും. अब तो इसी को पीटेगा. हाँ കഷ്ടകാലത്തിന് എന്റെ ഡ്രൈവർ ഡ്രൈവിംഗ് പഠിച്ചത് അമേരിക്കന്നാ. അവിടെ സൈഡ് കൊടുക്കത്തില്ലെന്ന്. കാലുമടക്കി ഒരു ചവിട്ട് കൊടുത്താലേ. अब कैसे चुप हो गया? कुछ नहीं बोल रहा. ജീവിച്ചോട്ടെന്ന് കരുതിയാ. സാറ് പറഞ്ഞുകൊണ്ട് നിന്നെ ഞാൻ വെറുതെ ओ मार से थप्पड़. आज सबसे पिटी रहा है. हर बार यही बचा रहा उसे. हाँ इसने उसे बचाया है. ക്ഷമിക്കണം, എനിക്ക് बोल के जरा तुमने मेरी ഈ इंसल्ट की. നാടകങ്ങളിൽ പറ്റില്ല. അത് നടപ്പില്ല. ഞാൻ തന്നെ അമേരിക്കക്കാരൻ, നീ തന്നെ ഡ്രൈവർ. അങ്ങനെ വണ്ടി എടുക്കണം. अच्छा उसको अपने पानी के लिए कह रहा है. हाँ, अब उसने उतार दिया और उसके घर वालों को भी ये पता चल गया कि ड्राइवर क्या है. वो है हाँ उसका बेटा है. इसने तो बता दिया. हाँ, अब वो ऐसे समझेगी कि जो क्या है ഈശ്വരാ ड्राइवर है എങ്ങനെയെങ്കിലും അമേരിക്കൻ वही उसका പയ്യനെ बेटा എന്റെ है. മോളെ हाँ. ഇഷ്ടപ്പെട്ടാ മതിയായിരുന്നു. ആ കോമക്കുറുപ്പ് इसका बेटा तो बेवकूफ है. जब उन्होंने प्लान बना रखा कि मैं ड्राइवर बन के जाऊंगा ഈ तो കല്യാണം वहां पे उसने चेंज कर दिया प्लान हाँ. एकदम से. കോമക്കുറുപ്പ് കുത്തുപാളം എടുക്കണം. ओ पहुंच गए. शायद चेंज कर लिया उन्होंने अपने कपड़े फिर से. हाँ अपने ओरिजिनल गेटअप पे आ गए. अब वो उल्टा समझेंगे. जो ड्राइवर है वो है असली. ഇപ്പൊ സുഖമായിരുന്നോ? പ്ലീസ് ടു മീറ്റ് യു. अब इसको ड्राइवर समझ रहे हैं. വന്നാട്ടെ. उसको रिस्पेक्ट दे रहे हो. उसको कैसे प्यार से ले जा रहे उसको अंदर. പ്ലീസ് ഐ ആം സോറി ആൻഡി. അവൻ പുറത്ത് പോട്ടെ. പുറത്ത് एक बोलो जाने के लिए एक रुकने के लिए. सोशलिज्म. മുതലാളിയും തൊഴിലാളിയും ഒരേ തീൻമേശയിലിരുന്ന് ഭക്ഷണം കഴിക്കണം. ഒരേ കിടക്കയിൽ തന്നെ കിടന്നുറങ്ങണം. ഞാൻ പുറത്ത്
നിന്നോടാ പുറത്തു പോകാൻ പറഞ്ഞത്. കുഞ്ഞെ चले गया Wow. कि वो उसका बेटा है असली वाला. वो तो इससे नौकर समझते हैं. ये उसकी बेटी. കണ്ണുവെട്ടലാണോട് ജോലി? ഈ വേഷത്തിൽ അവൻ കണ്ട അപ്പ വേണ്ടെന്ന് പറയും. ആര് കണ്ടാൽ നിന്റെ നായരും ഓടി ये വേഗം ऐसे പോയി കുളിച്ച് വൃത്തിയാവ്. ऐसे कपड़े पहने थे उसने. कार्टून लग रहा है एक नंबर का. My name is എന്തോന്നാ ഇത് അമേരിക്ക എന്ന് പറഞ്ഞ് എന്ത് തോന്നിയാസവും കാണിക്കാം. മുമ്പ് നിങ്ങൾക്കൊന്നും ഇതുപോലുള്ള ഗ്രൂവിയായ ക്വസ്റ്റ്യൻസ് അറിയില്ല. ഇതുപോലൊരെണ്ണം ഞാൻ വിട്ടിട്ടുണ്ട്. അതിന്റെ മേളിലായി മുണ്ടുണ്ട്. അങ്കിൾ ഒരു പഴഞ്ചനായതുകൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത്. ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. എനിവേ പെണ്ണിനെ എനിക്ക് ഇഷ്ടപ്പെട്ടു. മനസ്സിലാക്കി തരാം. കുറച്ച് ദിവസം കൂടെ കഴിയട്ടെ.